ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സെൻസേഷനുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സെൻസേഷനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെ താഴെ പറയുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ്, അതായത് ശരിക്കും ബൈപ്പോളർ ന്യൂറോൺ ആണ്. ഓൾഫാക്ടറി റിസപ്റ്റർ സെല്ല് ആണ് ദ ഓൺലി നെർവ് സെൽ ദാറ്റ് ഈസ് എക്സ്പോസ് ടു ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ പുറം ലോകം അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ഷനിലിരിക്കുന്ന ഒരേ ഒരു നെർവ് സെല്ല് എന്ന് പറയുന്നത് ഈ ഒരു ഓൾഫാക്ടറി റിസപ്റ്റർ സെല്ലാണ്. ഓക്കെ, നമുക്കറിയാലോ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായി നന്നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സെൻസേഷനാണ്. പിന്നെ ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റാപ്പിഡ് ടേൺ ഓവർ ബൈ പ്രോലിഫറേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് ദ ബേസിക് സൈസ് ഓഫ് ഓൾഫാക്ടറി മ്യൂക്കോസ. അതായത് ഇതിൽ റാപ്പിഡ് ഡിഫറൻഷിയേഷനും പ്രോലിഫറേഷനൊക്കെ നടക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഡിവിഷനും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട് ഡിവിഷൻ എന്നതുകൊണ്ട് റീജനറേഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് ആയിട്ടുള്ള സെൻസറി ന്യൂറോൺസ് അത് മാത്രം എക്സെപ്റ്റാണ്. ബാക്കിയുള്ള എല്ലാ ന്യൂറോൺസും എന്ത് ചെയ്യില്ല, നമ്മൾ പറഞ്ഞ സെൻസറി ന്യൂറോൺസ് അല്ല, ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യില്ല, റീജനറേറ്റ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് ആയിട്ടുള്ള സെൻസറി ന്യൂറോൺസ് മാത്രം റീജനറേഷന് വിധേയമാകും എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾഫാക്ഷൻ ഹാസ് നോ ഡയറക്റ്റ് ഡിലേ ഇൻ ദ തലാമസ്. ഓൾഫാക്ഷന് തലാമസിൽ ഒരുപാട് ഡിലേ ഇല്ല. ഈ ഒരു ഫൈബേഴ്സ് ഫ്രം ദ പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സ് പാസ് ത്രൂ ദ dorsomedial nucleus of thalamus to reach the neocortex which is concerned with the discrimination of odors. അതായത് ഓൾഫാക്ഷന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലാമസിൽ നിൽക്കേണ്ടി വരില്ല, നേരിട്ട് ബ്രെയിൻ കോർട്ടെക്സുമായിട്ട് കണക്ഷനിൽ വരികയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സിൽ നിന്ന് വരുന്ന ഫൈബേഴ്സ് ഡോർസോമീഡിയൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിലൂടെ പാസ് ചെയ്തിട്ട് നിയോകോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനുള്ളതാണ്, ഡിസ്ക്രിമിനേഷൻ ഓഫ് ഓർഡേഴ്സ്, നമ്മുടെ പരസ്പരം രണ്ട് സ്മെല്ലുകൾ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ നിയോകോർട്ടെക്സ്. ആ ഭാഗത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, നമ്മുടെ തലാമസ് അവിടെ അരിച്ചെടുത്ത് കടത്തി വിടുന്ന പരിപാടി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മെല്ലാണ് പെട്ടെന്ന് ബ്രെയിനിലെത്തുക എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മുടെ വായിലേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ല് കേട്ടിട്ട് അത് നമ്മുടെ വായിൽ വെച്ചിട്ടുണ്ടാവില്ല, വായുടെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ഛർദ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്താ, അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇവിടെ. അതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഓൾഫാക്ഷൻ്റെ ഒരു അഡാപ്റ്റീവ് ഫങ്ഷനാണത്. അത് നമ്മുടെ വിഷം പോലത്തെ അതിൻ്റെ സ്മെല്ലാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്ന ഒരു പ്രത്യേക തരം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രെയിനുമായിട്ട് നേരിട്ട് കണക്ഷനിൽ വരുന്നത്. അല്ലാണ്ട് നേരിട്ട് അല്ലാതെ തലാമസിലേക്ക് പോവാതെ ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഫാക്ഷന് ഡയറക്റ്റ് ആയിട്ടുള്ള നിയോകോർട്ടിക്കൽ പ്രൊജക്ഷൻ ഇല്ല. ബ്രെയിനിൽ നമ്മൾ പറഞ്ഞു നിയോകോർട്ടെക്സിൽ എത്തുകയാണ് എന്ന് പറഞ്ഞു, അവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്റ്റ് നിയോകോർട്ടിക്കൽ പ്രൊജക്ഷൻ അവിടെ ഇല്ല. ഓൾഫാക്ടറി സെൻസേഷൻ ആദ്യം ഓർബിറ്റോ ഫ്രണ്ടൽ ആൻഡ് ഫ്രണ്ടൽ കോർട്ടെക്സിൽ എത്തും ഓൺലി ആഫ്റ്റർ പ്രൊജക്റ്റിംഗ് ടു ദി പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സ്. സത്യം പറഞ്ഞാൽ പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഓർബിറ്റോ ഫ്രണ്ടൽ ആൻഡ് ഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് എത്താണ് ചെയ്യുന്നത്. ഓൾഫാക്ടറി സെൻസേഷൻ കറക്റ്റായിട്ടുള്ളൊരു നിയോകോർട്ടിക്കൽ പ്രൊജക്ഷൻ ഇല്ല. നമ്മൾ പറയുന്ന പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒറ്റ കോർട്ടെക്സ് എന്നൊന്നും പറയില്ല. അപ്പം രണ്ട് ഭാഗത്തേക്കാണ് എത്തുന്നത്. ഏതിലേക്കാണെന്നാണ് പറഞ്ഞത്, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് ആൻഡ് ഫ്രണ്ടൽ കോർട്ടെക്സ്. ഏതിലൂടെ പോകുന്നത്, പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഓർബിറ്റോ ഫ്രണ്ടൽ ആൻഡ് ഫ്രണ്ടൽ കോർട്ടെക്സിലേക്കാണ് പോകുന്നത് എന്നാണ്
ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻട്രോ ഭാഗത്ത് നമ്മുടെ ഓൾഫാക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്.